ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ ഫാമിലി ആയിട്ടൊരു ഡിന്നർ കഴിക്കാൻ പോകുന്ന വ്ളോഗാണ് ചെയ്യുന്നത്. ചേച്ചിയും ചേട്ടനും ചൂച്ചിയും ടുട്ടും എല്ലാവരും അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് വന്നിട്ടുണ്ട്. വല്ലപ്പോഴാണ് അവരങ്ങനെ വരുന്നത്, അപ്പോൾ ഒരു വൈബാണ്. പിന്നെ ശ്രീനേം ജീനേം പിക്ക് ചെയ്ത് നമ്മൾ ആദാമിൻ്റെ ചായക്കടയിലോട്ട് പോകുന്നൊരു വ്ളോഗാണ്. നമ്മൾ അത്യാവശ്യം കുറേ നല്ല റിവ്യൂസൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയി ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മളിവിടെ എത്തി കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് അൽ ഖിസീസ് 1-ലാട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല വൈബാണ്. ഒരു പീസാണ് അവിടെ ഇരിക്കുമ്പം. നമ്മൾ നാട്ടിൽ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ UAE-ലാന്നുള്ള ഫീലേ ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കേരള ഹെറിറ്റേജ് സ്റ്റൈലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡൻ സ്ട്രക്ചേഴ്സും സ്ലോപ്പിംഗ് റൂഫ്സും ഒരു കൾച്ചറൽ ആംബിയൻസ് ആണ് ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ടുട്ടുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ടുട്ടു ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗിൽ വരുന്നത്. കാരണം ടുട്ടു ജനിച്ച സമയത്ത് ഞാൻ UAE-ലില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള വ്ളോഗാണ്. ചൂച്ചിയായിട്ടുള്ള ഒരുപാട് വീഡിയോസും വ്ളോഗ്സ് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസൊക്കെ ഇനി പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പണ്ടത്തെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ടുട്ടുവായിട്ടുള്ള നല്ലൊരു മെമ്മറി ആയിട്ട് ഇതിവിടെ കിടക്കട്ടെ അല്ലേ. സോ ടുട്ടു, ദിസ് ഇസ് ഫോർ യു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയാണ്. എല്ലാവരും കൺഫ്യൂഷനാണ്, എന്ത് വേണം എന്ത് വേണ്ട, എന്താണ് സ്പെഷ്യൽ അല്ലാത്ത മൊത്തത്തിലൊരു ഡിസ്കഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ജയറാമിന് എല്ലാ ഫുഡും ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മെയിൻലി സീ ഫുഡിൽ പ്രോൺസ്, ക്രാബ് ഇതൊക്കെ ജയറാമിന് അലർജിക്കാണ്, കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ചേട്ടനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട്. കാരണം ചേട്ടനാകുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഓർഡർ ചെയ്യും. നമ്മളാകുമ്പോൾ എപ്പോഴും റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന സംഭവങ്ങൾ തന്നെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ഈഗേർലി വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റാർട്ടേഴ്സ് വന്നിരിക്കുകയാണ് കേട്ടോ. പേരൊന്നും എനിക്കറിയത്തില്ല, ക്ഷമിക്കണം. എന്തായാലും ഒരു ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് സ്ക്വിഡും ആയിരുന്നു. വേർത്തായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇത് BDF ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ചേട്ടനല്ലേ ഓർഡർ ചെയ്തത്, അതുകൊണ്ട് നമുക്കത് അറിയില്ല. കണ്ടിട്ട് BDF ആണൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തായാലും സൂപ്പർബായിരുന്നു കേട്ടോ. ബീഫ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ മെയിൻ കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ടുട്ടുവിൻ്റെ പ്ലേറ്റിൽ ദോശയുണ്ട്. ടുട്ടു ദോശയാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് മേടിച്ച് കഴിച്ചു നോക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും ഞങ്ങൾ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവത്തിൽ കേട്ടോ, ഇത് സീ ഫുഡ് പ്ലാറ്ററാണ്. ഇതിൽ ഫിഷ് വരുന്നുണ്ട്, ക്രാബ്, പ്രോൺസ്, സ്ക്വിഡ്, പിന്നെ വാഴയിലി പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതും ഫിഷാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പം, പൊറോട്ട ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂടാതെ കേട്ടോ നമ്മളൊരു നാടൻ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിൽ അതൊക്കെ വിട്ടുപോയി കേട്ടോ. ഇങ്ങോട്ട് കടിച്ചേടേ, ഇങ്ങോട്ട് കടിക്കണേ. കടി 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 കടി. ഇതെന്തുവാടേ? പ്ലീസ് ചിക്കൻ ബട്ടാൻ ലൂക്ക, ചിക്കൻ ബട്ടാൻ ലൂക്ക. ജെറമ, ഇന്നത്തെ ഫുഡിന്റെ റിവ്യൂ. സൂപ്പർ, അടിപൊളിയായിരുന്നു. ഇന്ന് വെറൈറ്റി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. ഇതിനകത്ത് മസ്റ്റ് ട്രൈ ഏതാ പറയുന്നത്? മസ്റ്റ് ട്രൈ ചിക്കൻ, നാടൻ ചിക്കൻ ഫ്രൈ, അത് സൂപ്പറായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സിൽ ബീഫ് ഫ്രൈഡ്, ബീഫ് ഏതായിരുന്നു, ബീഫിന്റെ ഒരു ഫ്രൈ ഐറ്റം ഉണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. ബീഫ് ഡ്രൈ ഫ്രൈ പോലെ, ഡ്രൈ ഫ്രൈ സൂപ്പറായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. കേൾക്കോ? ദൗശൂട്ടൻ തൊട്ടു ചേട്ടൻ അവിടെ. ചൂച്ചി, ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ്. Which one is your favorite? Ice cream. Ice cream? You don't like any other food? No. No? Okay. Bye. Bye. And for you? Tour. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ശ്രീഞ്ചയിൽ നിൽക്കുന്ന ഹോട്ടലിലെത്തി കേട്ടോ. ഇവരിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് അബുദാബിയിലോട്ട് പോകാനായിട്ട്. ഇവർ 2 ഡേയ്സിനുള്ളിൽ നാട്ടിൽ പോകും കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ നമ്മുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, അപ്പം ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് പോയി കുറച്ച് ദിവസം അവിടെ അബുദാബിയിൽ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇവർ നാട്ടിൽ പോയതായതുകൊണ്ട് ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പം ചൂച്ചീനെയും ടുട്ടുവിനെയും പറ്റിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടോടെ വരുന്നില്ല, നിങ്ങൾ തിരിച്ച് പോവുകയാണ്, ഞാനിവിടെ സ്ട്രീം ചെയ്യുമായിട്ട് നിൽക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ.
കരയുന്ന? എന്ത് കരയുന്ന? പോകുന്നില്ല വാടഞ്ഞ് പോകുന്നില്ല. എന്ത് കരയുന്ന മുന്നേ? അവിടെ നോക്ക്. എന്ത് കരഞ്ഞ? കരഞ്ഞ എന്താ? പോട്ടെ പൊന്നെ. അപ്പോൾ ഈ നാട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റൂമിലൊന്ന് എത്തിക്കണം കേട്ടോ. അതൊന്ന് എത്തിക്കാൻ വേണ്ടി പോവാം. അപ്പോഴും ചൂച്ചിയുടെ വിചാരം ഞാൻ ഇവിടെ നിൽക്കാൻ പോവാണ്, ചൂച്ചിയുടെ കൂടെ പോകുന്നില്ല എന്നാണ് ചൂച്ചി കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെ ചെറിയ ഡൗട്ടുകൾ ഉണ്ട് കേട്ടോ. കമ്പനിക്ക് നല്ല പൈസ 5000 സംതിങ് എന്തിന് ഒത്തിരി വേണം വെച്ചാൽ ഈ സൗണ്ട് കുക്കു വരുന്നില്ലാണ്. ഇട്ടൂട് മറ്റേ ഒന്നി പറഞ്ഞോണ്ട് ഒന്നി എവിടെ? ഒന്നി മറ്റേതും കൂടെ എടുത്തുകൂടെ? ഒന്നി ഒന്നി എവിടെ? ഒന്നി ഒന്നി ദാണ്ടെ ഒന്നി ദാണ്ട അവൻ എടുക്കട്ടെ, അവൻ എടുക്കട്ടെ. ഒരു കാലും കൂടെ ഞാൻ എടുത്താലോ? അടി ഇത്രയും ദിവസം അറുപത് ഷെമ്പൂ ഞാനും ഞങ്ങളതിന്റെ കൂടെ കാർഡെടുത്താ കാർഡെടുത്താ കാർഡ് പോയോ? ചൂച്ചി പോയോ? ബൈ ചൂച്ചി. ബൈ. അവളല്ല പൂപ്പിയാണ്. എന്റെ ബാഗ്
ബൈ. വണ്ടി ഓടിച്ചു പോയി നാളെ വരാവേ. കട്ടിന കട്ടിന ബൈ. കരയണ്ട ചൂച്ചി, കരയണ്ട. കരയണ്ട പൊന്നെ. കരയുന്നടേ. ബൈ ബൈ. ഹൈഫൈ കൊടുക്കാൻ. ചേച്ചി പണ്ട് കാണുന്നുണ്ട്. ഹൈഫൈ. എന്നാലും ഒരു വിശ്വാസം വരുന്നില്ല. ബാഗ് അതിന്റെ എന്റെ ബാഗ് ഇട്. സർപ്രൈസ് ബാഗ് ബൈ ഏട്ടാ. ബൈ ഏട്ടാ. ഒരേരെങ്കിൽ ഒരേര കിട്ടിയല്ലോ. നാളെ ഉറങ്ങാൻ വിചാരിക്കണ്ട. ചൂച്ചി കുക്കു നാളെ തന്നെ പോ രാത്രി. ചൂച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞ്. എന്റെ സ്വന്തം റൂമിൽ ഉറങ്ങാൻ കുക്കു പോ. ബൈ ഏട്ടാ.